പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷം? എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലേ? അപ്പൊ നമ്മളിവിടെ ഭയങ്കര പ്രാക്ടീസിലാണേ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിച്ചൂട്ടി ഉണ്ട് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. നിച്ചൂട്ടിന്റെ കുഞ്ഞുവാവകളെല്ലാം നിച്ചൂട്ടി ഉറക്കു വന്നല്ലേ? അപ്പൊ നമ്മളൊരു ഷോർട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഡാൻസ് എടുക്കാനല്ലേ അമ്മ? നമ്മളെ നെക്സ്റ്റ് ഐറ്റം. പിന്നെ അതെടുക്കാനുള്ള പ്രാക്ടീസിലാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കണം. അപ്പൊ നമ്മളെ പ്രാക്ടീസ് നടക്കട്ടെ അല്ലേ? 1 2 3 അതിനുശേഷം സമയം ഉണ്ടാവില്ല. സിമ്പിൾ സാധനമാണേ സിമ്പിൾ ആയിട്ട്. പക്ഷെ ആ മ്യൂസിക് നല്ല രസമുണ്ട് കേൾക്കാൻ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇഷ്ടമായി അല്ലേ? സിമ്പിൾ ആയിട്ട് അനീച്ചോട്ടി കളിക്ക്. മക്കളെല്ലാം കിടത്തീനാ. അപ്പൊ നമ്മളെ പ്രാക്ടീസ് ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഇന്നലെ മുതൽ ജസ്റ്റ് ഇങ്ങനെ നോക്കി, കുറച്ചോട്ട് നോക്കിയതേ അമ്മക്ക് കാണിച്ചു കൊടുത്തു. അമ്മ പിന്നെ ഭയങ്കര പ്രോ ഡാൻസർ ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പക്ഷെ അമ്മേന്റെ ഡാൻസിന് കൊറേ ഫാൻസ് ഉണ്ട് കേട്ടാ. അമ്മേന്റെ ഡാൻസിന് കൊറേ ഫാൻസ് ഉണ്ട്. ആയിട്ട് കണ്ട അമ്മ പറയട്ടെ. മോളെ മക്കളെല്ലാം ഉറക്കപ്പോഴേക്ക്. അതുകൊണ്ട് ഇന്ദു അമ്മേനെ ഭയങ്കര ഫാനാ. ഇന്ദു എപ്പം പറയും അമ്മേന്റെ കൂടെ കൊറേ ഡാൻസ് കളിക്കണേന്ന്. അപ്പൊ ഇന്ന് ഏതായാലും ഒരു ഡാൻസ് ഉണ്ട്. നമുക്ക് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കളിക്കണം. അതിന് മുന്നേ നിച്ചൂട്ടിനെ കുളിപ്പിച്ചിട്ട് ഉറക്കണം. അതാണ് മെയിൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഡാൻസ് ഒന്നും നടക്കൂല. അപ്പൊ വേഗം നിച്ചൂട്ടിനെ കുളിപ്പിച്ചിട്ട് ഉറക്കാം. എന്നിട്ട് നമുക്ക് ഡാൻസ് കാണാം. 2 3 കാലെങ്ങനെ വെക്കുവാ അമ്മയും? വെക്ക്. മേനെ പായൽ ആ പാട്ട് ഞാൻ പണ്ട് കളിച്ചത്. അത് ഇഷ്ടമാണ് നിച്ചുവിന്. അത് കേൾക്കുമ്പോ കാല് ഏത് ഉറക്കത്തിലാണെങ്കിലും ഇങ്ങനെ വെക്കും അല്ലേ? 1 2 3 മേനെ പായൽ കളിപ്പൂച്ചേ. വാ കുളിക്കാല കളിപ്പൂച്ച വേണം. അവരെല്ലാം ഉറങ്ങിയതാ. മിന്നു ഉറങ്ങിയിട്ടുണ്ട്. പണ്ട് വിജയാന്റെ അയച്ചു തന്ന ഗിഫ്റ്റ് ആണേ മിന്നുവിന്. ഇത് ഇപ്പൊ ഫുൾ ടൈം ഓളെ മിന്നു ആണ്. ഇത് ഉറങ്ങുമ്പോ ഉണ്ണുമ്പോ എല്ലാം മിന്നു വേണം കൂടാ. അല്ലേ ചുട്ടി? നിച്ചുട്ടിന്റെ മോളാന്ന് മിന്നു. ഉറക്കിയാ? ബാ ഇനി ഉറങ്ങി എണീക്കുമ്പോ വേഗം കുളിക്കാം. എനിക്ക് ബാബ കരയില്ലേ? അച്ഛന്റെ ഫെൻഡാ? വൈശു ഹായ്. റൈഡർ കണ്ണാപ്പിയ. ഇവൻ നമ്മളെ വ്ളോഗിൽ ആദ്യമായിട്ടാണല്ലേ വരുന്നത്. അർജുന്റെ ഫ്രണ്ടാണ് വൈശാഖ്. നമ്മളെ സേവ് ദ ഡേറ്റ് ഫോട്ടോയിൽ എടുത്തതെന്ന ആളാണേ. നോക്കണേ ഇങ്ങോട്ട്. ഇനിയിപ്പോ വൈശു ഫാൻസ് എല്ലാം ആവും. എന്റെ ഷെയ്ക്ക് എങ്ങനെയുണ്ട്? വാവ്, ഒന്നുകൂടെ പറയണ്ടേ? അത് ഞാനല്ലേ കേട്ടിട്ടു. നിച്ചൂട്ടി കമ്പനി ആയാ? നിച്ചൂട്ടി ഫ്രണ്ട് ആവുന്നല്ല. ഇച്ചുവിന് ഇഷ്ടാണ്. ഫ്രണ്ട്സ് ആയി ഇച്ചു? ഇല്ലേ? മാമന്റെ വീട്ടില് ഒരു വാവി ഉണ്ട് പോലും. മാമന്റെ അനിയത്തിന്റെ വാവ ഉണ്ട്. പോന്നാ? പോവൂലേ? അപ്പൊ അതിനിടയിൽ നമ്മുടെ ഈ മാസത്തെ മമാഅത്തിന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഡീഹൈഡ്രേഷൻ ആവുക, അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ, സൺബേൺ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ടാവും. അതിന് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കറ്റാർവാഴ അഥവാ അലോവേര യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അലോവേര നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഇഷ്യൂസിനും നല്ലതാണ്. ഇപ്പോൾ കുരുവൊക്കെ വന്ന പാടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും എല്ലാം സൂപ്പറാണ് അലോവേര എന്ന് പറയും. ചിലപ്പം അത് നിങ്ങൾ കട്ട് ചെയ്യുക, ചെറിയ പീസ് എടുക്കുക, മുഖത്ത് അപ്ലൈ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. എന്നാലും ഡെയിലി നമ്മളത് ഡെയിലി ബേസിസിൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് അത്ര എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ മമാഎർത്തിൻ്റെ ഈ മാസത്തെ പ്രൊഡക്റ്റ്. എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ ഇന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് പറയാൻ വേണ്ടിയിട്ട്. മമാഎർത്ത് അലോവേര ജെല്ലാണ്, ജെൽ മോയ്സ്ചറൈസറാണ് നമ്മുടെ ഈ മാസത്തെ പ്രൊഡക്റ്റ്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അലോവേരയും അശ്വഗന്ധിയും അതുപോലെ തന്നെ ഗ്ലിസറിനും ആണ്. അലോവേര നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നെറിഷ് ചെയ്യാനും സൂത്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അശ്വഗന്ധ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു പവർ ഹൗസ് ആണ്. അതുപോലെ യൂത്ത്ഫുൾ ഗ്ലോ തരാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. മമാഎർത്ത് അലോവേര ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ജെൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. വലിയൊരു ബോട്ടിലാണ് വരുന്നത്. നമ്മളിങ്ങനെ പമ്പ് ചെയ്യുക, അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും. അലോവേര നമുക്കറിയാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സുഖമായിരിക്കും, നമ്മുടെ സ്കിന്നിന് നല്ലൊരു തണുപ്പ് കിട്ടും പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഫോമുല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ മുഖത്തിടുമ്പോൾ അത് അങ്ങ് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം. കാരണം ഇത് മേഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. ഇതിൽ ടോക്സിൻസോ കെമിക്കൽസോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് മുഖത്ത് ഇടുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആയിട്ട് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ RW2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും മമാഎർത്തിൻ്റെ സൈറ്റിൽ. കൂടാതെ നിങ്ങൾക്ക് ആമസോൺ, നൈക്ക, പേർപ്പിൾ അതുപോലെ തന്നെ മമാഎർത്ത് സൈറ്റ്സിലും ഇത് അവൈലബിൾ ആണ്. അത് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഓഫ്ലൈൻ പ്രസൻസ് കൂടിയുണ്ട്. നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഷോപ്സിലും ഇത് അവൈലബിൾ ആയിരിക്കും. നമുക്കറിയാം മമാഎർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഈ മമാഎർത്തിന് അതിൻ്റെ ആപ്പും കൂടിയുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും സെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിച്ചുട്ടിന് ഉറക്കമെല്ലാം ചെയ്തിട്ട് ഞാനും അമ്മയും ഡ്രസ്സെല്ലാം മാറ്റി ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരു ഹറിബറി ആയിപ്പോയി. ഞാൻ അന്ന് ഉച്ചക്ക് ഇടേണ്ട വീഡിയോ വിട്ട് പിന്നെ ഏട്ടന് ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഏട്ടനെ കുത്തിപ്പോക്കി വീഡിയോ ഒന്നും എടുത്ത് അതെല്ലാം പറഞ്ഞിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വ്ളോഗ് എടുക്കാൻ അങ്ങ് വിട്ടുപോയി. ഈ സാരി ഒരുപോലെ കൊടുത്തിട്ട് അത് വ്ളോഗിൽ കാണിക്കണമെന്ന് വിചാരിച്ചാൽ വിട്ടുപോയി. ഇത് ഷോട്ടിന് വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മൾ ഡാൻസ് കളിക്കാൻ സെറ്റായി നിൽക്കുന്നതല്ലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ തെറ്റിപ്പോയതും അതെല്ലാം ഉണ്ട്. തെറ്റിയിട്ടൊന്നുമില്ല, ശരിക്കും കളിച്ച്. പിന്നെ എന്തായാലും നമുക്ക് 1-2 പ്രാവശ്യം കളിച്ചിട്ട് അതിൽ ബെസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഈ സാരി നിങ്ങൾ മുന്നേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പണ്ടൊരു മീഷോ ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിച്ചുട്ടിക്ക് ഒരു 6 മാസമല്ലേ ഉണ്ടാവും. ഞാനും അമ്മയും തക്കടും ഒരുപോലെ ഉടുത്തിട്ട്. അപ്പോൾ ആ ഒരു സാരിയാണ് ഇത്. അതിന് ശേഷം ഉടുത്തിട്ടില്ല. എൻ്റെ ബ്ലൗസും എനിക്ക് നല്ലോണം ലൂസായി, അമ്മേൻ്റെ ബ്ലൗസും അമ്മക്കും നല്ലോണം ലൂസായി. നമ്മൾ രണ്ടാളും മെലിഞ്ഞല്ലോ ആ ഒരു സമയത്തിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി പിന്നെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടതാണ്. പിന്നെ എനിക്ക് ഈ സാരി ഞാൻ ഉടുത്തപ്പോൾ ഞാൻ കുറേ തടിച്ച പോലെയെല്ലാം തോന്നുന്നു. ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ ഞാൻ ആ ചുരിദാർ ഇടുന്നതിനേക്കാളും എന്തോ തടി പോലെ ഇല്ലേ. ഞാൻ ശരിക്കും സാരി ഉടുക്കാനൊന്നും അറിയാത്തതുകൊണ്ട് എല്ലാം കൂടെ വാരി ചുറ്റിയതുകൊണ്ടാണോന്ന് അറിയില്ല. എനിക്കെന്തോ ഇതിൽ കാണുമ്പോൾ തടി പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ അതിലെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടത് നിങ്ങൾക്ക് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ. ഡാൻസ് കഴിഞ്ഞതും നേരെ നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ്. അടുത്ത ദിവസമാണ് കേട്ടോ ഇത്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഡാൻസ് കളിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പോകണമെന്നാ വിചാരിച്ചേ, കണ്ണൂർ പോവാന്ന്. പക്ഷെ ഇന്നലെ ഏട്ടൻ കുറച്ച് തിരക്ക് കാരണം പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം ബാക്കി കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഡാൻസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നിങ്ങൾ അഭിപ്രായം പറയണേ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്ക് ഡാൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അമ്മേനെ ഡാൻസ് എന്നുള്ള അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ മറന്നുപോയി. ആ ഡ്രസ്സ് ഇട്ടിട്ട് വ്ളോഗ് ചെയ്യേണ്ട കാര്യം അങ്ങനെ മറന്നുപോയി. അത് കഴിഞ്ഞ ഉടനെ നിച്ചോട്ടി ഉറങ്ങി നിച്ചോണ്ട് വേഗം ഡ്രസ്സ് മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് ആ സാരിയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടാ. നിച്ചോട്ടി എന്താ ഒന്നും മിണ്ടാത്ത കണ്ണൻ? നിച്ചോട്ടി നമ്മൾ എവിടെ പോന്നേ? എന്ത് കാണാൻ? നമ്മള് കണ്ണൂര് കാഴ്ച കാണാൻ പോകുന്ന പറയുന്നുണ്ട് നിച്ചോട്ടി. കണ്ണൂര് ഒരു എന്താന്നിട്ട് അതിന് പറയാ, പ്രദർശനം അല്ലെ, എക്സിബിഷൻ. അതെന്നെ പ്രദർശനം. എന്താ വലിയ സായിപ്പ് ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ ഉണ്ട്. അന്ന് ഇന്നാൾ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇനി കാഴ്ച കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. സത്യം പറഞ്ഞാൽ കുറെ ആയി തോന്നുന്നു തുടങ്ങിയിട്ട്. ഇനി അടുത്തുമ്പോ കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മിനിഞ്ഞാന്ന് നമ്മള് ബസ്സിൽ കല്യാണത്തിന് പോയിട്ട് ബസ്സിൽ വരുമ്പം വരെ ആടി ഉണ്ടായിനി. ഇപ്പൊ കഴിഞ്ഞോ അറിയില്ല, ഏതായാലും പോയി നോക്കാം. ഇല്ലാന്ന് തോന്നുന്നു, കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം ഒന്ന് കണ്ട് പിന്നെ 1-2 സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട്. ആ ഷോപ്പിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കണ്ണൂർ പോയിട്ട് വരാന്ന് വെച്ച് ഇറങ്ങാന്ന്. സമയം 4 മണിയായി. 4 മണിയാകുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. പോവേച്ചുട്ടി, ലെറ്റ്സ് ഗോ.
എട്ട് കൂട്ടം പാട്ട് എന്നിങ്ങനെ തളർത്തല്ല നീച്ചൂട്ടി. അമ്മ പാട്ട് പാടിക്കോട്ടെ. ഇത് കൊന്ന കൂത്തിട്ട് നോക്കിയോട്ടെ. വിഷുവെല്ലാം എവിടെയോ ഉണ്ട് അത്ര. കൊന്ന കൂത്തിട്ടുണ്ട്. വിഷു ആകുമ്പോഴേക്ക് കൊന്നയൊന്നും ഉണ്ടാവും ചെയ്ത അല്ലേ ചോ? ഏട്ടന്മാരെല്ലാം കളിക്കുന്നുണ്ടോ? കാഴ്ച, അതല്ലേ കാഴ്ച. തിരക്കൊന്നുമില്ലല്ലോ ഏട്ടാ, ആരുമില്ലേ? നമ്മളേ ഉള്ളൂ. കാഴ്ച പണ്ടൊന്നിന് നമ്മള് കഷ്ടപ്പെട്ട് വരുമ്പോഴേക്ക്, പണ്ടൊന്ന് വരുമ്പോഴേക്ക് അല്ല ആൾ തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടാ കാഴ്ചന്റെ പരിപാടിയില്ലേ? ടൈമുണ്ടാ? ടൈമല്ല ഉണ്ടാ? 50. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് സന്തോഷമായി. എന്ന് വെച്ചാൽ തീരെ തിരക്കില്ല, കുറച്ച് കാറുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമാധാനമായി. പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി കാഴ്ച ഫ്ലോപ്പാണോ അധികം നല്ലതല്ലയോ അതുകൊണ്ടാണോ ആരും വരാത്തതെന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിനി. പക്ഷേ ഏതായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ മുന്നിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാം. ഞാൻ പോകുന്ന വഴിക്ക് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. പക്ഷേ പുറത്തുനിന്ന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അത് കുറച്ചധികം ഞാന്, പക്ഷേ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം അത് മുതലാവോ എന്നുള്ള ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കയറുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഫ്രണ്ടിൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല കേട്ടോ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അതെന്തായാലും നമുക്കറിയാമല്ലോ, ഇത്രയും 1 മന്തോളം ഇങ്ങനെ എക്സിബിഷൻ നടത്തുമ്പോൾ എന്തായാലും ഒറിജിനൽ ഫ്ലവേഴ്സ് വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് ഒറിജിനലിനെക്കാളും വെല്ലുന്ന രീതിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് ഒറിജിനൽ അല്ല എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഉള്ളിലേക്ക് കയറി ടിക്കറ്റെല്ലാം കൊടുത്തിട്ട് തിരക്കില്ലാത്തതുകൊണ്ട് കൂളായിട്ട് അങ്ങനെ നടന്ന് കയറാൻ പറ്റുന്നുണ്ട്. അവിടെ ഫോട്ടോ എടുക്കേണ്ട ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ നിച്ചുവിനെ വെച്ചിട്ട് ഒരു 2-3 ഫോട്ടോ ഒന്നും കിട്ടുമോ എന്നുള്ള തത്രപ്പാടിലാണ്. പക്ഷെ നിച്ചു നിൽക്കുകയേ ഇല്ല കേട്ടോ. ഫോട്ടോയിൽ നിൽക്കാൻ നിച്ചുവിന് ക്ഷമയേ ഉണ്ടാവില്ല. ഒന്ന് നിൽക്കും, എന്നിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്ക് അങ്ങ് ഓടിയെ കളയും. അത്രയും തിരക്കാണ്. പക്ഷെ അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്നാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിച്ചുവിനെ വെച്ചിട്ട് നല്ലത് കിട്ടുമോ നോക്കി, പക്ഷെ നല്ല ഫോട്ടോ ഒന്നും അധികം കിട്ടിയിട്ടില്ല. അതൊരു സങ്കടമുണ്ട്. കുറച്ചൊന്നും അടങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ നിച്ചുവിന് അതെല്ലാം കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ നിൽക്കാനുള്ള ഒരു ക്ഷമയില്ല. അതുകൊണ്ട് ഓടി ചാടി നടക്കുവായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയേ എന്ത് രസം അറിയാം. ശരിക്കും ഒരു ഗാർഡനിലെല്ലാം വന്നിട്ട് നിൽക്കുന്ന പോലെയുണ്ട്. ഇവിടെ ഒരു അടിപൊളി മയിലുണ്ട്, അത് കാണിച്ചു തരാം. ഇതേണ്ട ഒരു മയിലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ആ ലവ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ആക്കിയിട്ട് സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു ട്രെയിൻ ഉണ്ട്, അത് കാണിച്ചു തരേ. ബാക്കിലായിട്ട് വേണ്ട ഒരു ട്രെയിനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു ട്രെയിനിൻ്റെ മോഡലാക്കി വെച്ചിട്ടുണ്ട്. ഇടാ നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോസൊക്കെ എടുക്കാൻ സെറ്റപ്പാണ്. ഇവിടെ കുറേ നേരം നമുക്ക് ഇരിക്കാനും പറ്റും കേട്ടോ. ഇതാ കുറേ സീറ്റ്സ് എല്ലാം ഇടക്കിടക്ക് ഉണ്ട്. അച്ഛനും മോളും ഇവിടെ ഓടി കളിക്കുന്ന. എന്നാ ഇച്ചോട്ടെ ഇത് ആന കുത്താൻ വരുന്നാ? അകത്തേക്ക് കയറിയിട്ട് ആനേനെ നോക്കാം. വാ നടക്ക് കേട്ടാ. അങ്ങോട്ടാ? ഓ ഞാൻ വിചാരിച്ചു അതിലെ ഡോറുണ്ട്. ഇതെന്നാ ഹൈവാ എന്നാ ഒട്ടകം. നീ ഒട്ടകം കൊടുത്തു. ഒട്ടകം 2 ഒട്ടകം ഒരാളെയും കണ്ട പോയി നോക്കിട്ട് പ്രതിമയാണ്. അതെ അമ്മേടെ കൈ പിടിച്ചു. അത് പ്രതിമയാണ്. അതെ നടക്കാൻ പറ്റാത്ത പ്രതിമയാണ്.
നല്ല രസമുണ്ടായിരുന്നു. ആ രണ്ടാമത് കയറുന്ന ആ പോർഷൻ കുറേ മൃഗങ്ങളെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്ത് പെർഫെക്ഷനോട് കൂടിയിട്ടാണെന്ന് അറിയാം ഉണ്ടാക്കിയത്. അത് കാണുമ്പോൾ തന്നെ കുറച്ച് സമാധാനമായി, പൈസ കുറച്ചെങ്കിലും ഒന്ന് മുതലായി എന്നുള്ള അർത്ഥത്തിൽ. എന്ന് വെച്ചാൽ നിച്ചുട്ടീനെ ആലോചിച്ചിട്ട് കേട്ടോ, മോക്ക് അതെല്ലാം കണ്ട് ഉല്ലസിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ അവിടെ സ്പീക്കറിൽ നല്ല സൗണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഓരോ മൃഗങ്ങളെയും സൗണ്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിച്ചുവിന് ഭയങ്കര പേടിയാവുന്നു. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ സൗണ്ട് വരുമ്പോൾ നിച്ചു വിചാരിക്കുന്നത് ശരിക്കും ആണെന്ന്. അതിങ്ങനെ അനങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ പുലിയെല്ലാം ഇങ്ങനെ വായി തുറക്കുന്നത്, ആനേൻ്റെ തുമ്പിക്കൈയെല്ലാം ഇങ്ങനെ അനങ്ങുന്നത്. അപ്പോൾ നിച്ചു വിചാരിക്കുന്നത് ഇതെല്ലാം ശരിക്കും ആണെന്ന്. കാർട്ടൂണിൽ മാത്രം കണ്ടിട്ടുള്ള സാധനങ്ങളെല്ലാം ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി നല്ലോണം ഉണ്ട്. അതിനോട് നിൽക്കുന്നില്ല. അതിൻ്റെ അടുത്ത് നിൽക്കുന്നെല്ലാം പറയുമ്പോൾ വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് വേഗം വേഗം പോകുന്നു. ഇടയ്ക്കിടയ്ക്കേ ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കും ഇത് നടന്ന് വരുമോ, നമുക്ക് തൊടാൻ പറ്റുമോ എന്നെല്ലാം ഇടയ്ക്കിടയ്ക്കേ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. മോൾ അതെല്ലാം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് ഓരോന്നിൻ്റെ ഈ പേരെല്ലാം ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞു തന്ന്, അമ്മേ അതാ സിംഹ അതാ, അമ്മേ അതാ കങ്കാരു അതാ, അങ്ങനെ ഓരോന്നിൻ്റെ പേര് പറഞ്ഞു തരുമ്പോൾ നല്ല രസമുണ്ട്. കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം പിള്ളേർക്കെല്ലാം അറിയുന്ന എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഞാൻ ഓരോന്നിൻ്റെയും പേരെടുത്തെടുത്ത് പറയുന്നില്ല. എല്ലാം നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്തിട്ടുമുണ്ട്. ആന കുറേ എണ്ണമുണ്ട്, നല്ല ആന. ഒരു 3, 4, 5 ആനകളുണ്ട് തോന്നുന്നു അവിടെ ഇവിടെ ആയിട്ട്. ആനകൾ കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കുടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുടിലിൻ്റെ മുന്നിൽ 3 ആൾക്കാരും എല്ലാം ആയിട്ട് അതൊരു ഇങ്ങനെ പാടം പോലെ മുന്നിൽ കൃഷിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ആ കൃഷിക്ക് കാവലിരിക്കുന്ന ആൾക്കാരെ പോലെ നല്ല രസമുണ്ട്. ഇടയിൽ കൊച്ചയെല്ലാം വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. വലിയ കഴുത്തുള്ള നല്ല കറക്റ്റ് ജിറാഫിനെ പോലെ തന്നെ ഉണ്ട് തോന്നുമ്പോൾ. അങ്ങനത്തെ ജിറാഫ്, കങ്കാരു എല്ലാം കുഞ്ഞി കങ്കാരു ഉള്ളിൽ ബാഗിൽ കുഞ്ഞി കങ്കാരു എല്ലാം വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ മറ്റേ അവതാറിലെ ക്യാരക്ടേഴ്സിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 ക്യാരക്ടേഴ്സിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ലാസ്റ്റായിട്ട്. അതിൻ്റെ മൃഗങ്ങളെയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റായിട്ട് അതൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിലെല്ലാം കുറേ കളർഫുള്ളായിട്ടുള്ള മരങ്ങളും അതെല്ലാം വെച്ചുകൊണ്ട് ആ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു സെക്ഷനിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇത്രയും വരെ കണ്ടതിൽ. ഇവിടെ ഫുള്ള് ഫോട്ടോസാണ്. നമ്മുടെ കണ്ണൂരത്തെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ല, അതാ പറശ്ശിനിക്കടവ്, പിന്നെ വളപട്ടണം പള്ളി, ഇവിടെ മീൻകുന്ന് ബീച്ച്, തലശ്ശേരി കടൽപ്പാലം, ധർമ്മടം തുരുത്ത്. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ കുറേ കണ്ണൂരുള്ള ഫേമസ് ആയ സ്ഥലത്തിൻ്റെ എല്ലാ ഫോട്ടോസും അതിൻ്റെ പേരും എഴുതി കാണിച്ചിട്ടുണ്ട്. ആ ബാക്കിലത്തെ ഡൈനോസറും ആനയൊക്കെ ഒച്ചയാക്കുന്നതുകൊണ്ട് ഇവിടുന്ന് വൃത്തിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. ഭയങ്കര സൗണ്ട് അതിൻ്റെ കേൾക്കുന്നത്. ഫോക്ലോർ അക്കാദമി മ്യൂസിയം, അറക്കൽ പാലസ്, അങ്ങനെ എല്ലാം കണ്ണൂരത്തെ എല്ലാ ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വലിയ പിക്ചറായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ പാർട്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ അങ്ങോട്ട് നമ്മളെ സാധാരണ ഫെസ്റ്റിനൊക്കെ ഉണ്ടാവുന്ന പോലെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ ഇതൊക്കെ എക്സിബിഷനാണ്. ഫസ്റ്റ് തന്നെ ഫർണിച്ചറിൻ്റെ ഇതൊക്കെ ആയിരുന്നു. അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ നടന്ന് നോക്കി അങ്ങ് വിട്ടുവെന്നേ ഉള്ളൂ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഐറ്റം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്ക് കുറച്ചിങ്ങനെ ചന്ത, ഉത്സവ പറമ്പ് പോലെ ചന്ത തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിച്ചുട്ടി പോകുമ്പോഴേ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അച്ഛൻ്റെ വാച്ച് പോലത്തെ വാച്ച് വേണം അച്ഛന്ന്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും മേടിച്ചു കൊടുക്കണം എന്ന് ചോദിച്ചു. ഇങ്ങനെ കളിക്കുന്ന വാച്ചില്ലേ പിള്ളേർക്ക്, അങ്ങനത്തെ വാച്ച്. അപ്പോൾ അത് അവിടെ ചോദിച്ചപ്പോൾ ഇല്ല, കുറച്ച് അപ്പുറത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മൾ ഇങ്ങനെ ചന്ത കണ്ടാൽ പിന്നെ നമ്മളെ കണ്ണിങ്ങനെ മിന്നിത്തിളങ്ങി അങ്ങോട്ടേക്ക് ഓടുമല്ലോ, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ നമുക്ക് തോന്നൂല. കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലോ മേടിച്ച് പോവുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണ്ടെല്ലാം എനിക്ക് മാത്രമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്താ വാങ്ങുക എന്താ വാങ്ങുക. ഇപ്പോൾ പിന്നെ മെയിനായിട്ട് നിച്ചൂട്ടിക്ക് എന്താ ഉള്ളത്, നിച്ചൂട്ടിക്ക് എന്താ വാങ്ങിക്കേണ്ടതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചൊറ വളയെല്ലാം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അംഗൻവാടിയിലെല്ലാം പോകണ്ടേ, വലിയ കുഞ്ഞായില്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കണ്ടേ. ഈ സ്വർണ്ണത്തിൻ്റെ വളയൊന്നും ഇട്ടിച്ച് പോകാൻ പറ്റില്ലല്ലോ, വെറുതെ പറഞ്ഞാന്നേ, എന്നാലും മേടിച്ച് വെക്കാമല്ലോ, കാണുമ്പോൾ നമുക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നു മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ 1-2 എണ്ണം നോക്കി.
ആ മാമന് ആ എടുത്തു തരുന്ന മാമനെ ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ സാധാരണ ആ ഷോപ്പിലുള്ള ആൾക്കാർ ഇട്ട് കൊടുക്കാനോ ഒന്നും നിച്ചു വിടുവേ ഇല്ല. വേണ്ട അമ്മ ഇട്ടാൽ മതി എന്നെല്ലാം പറയും. പക്ഷേ ആ മാമൻ നിച്ചുവിനോട് നല്ലോണം മോളെ എന്നെല്ലാം വിളിച്ച് കൊഞ്ചിച്ചപ്പോൾ നിച്ചുവിന് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ആ മാമനെ തന്നെ ഇട്ട് നോക്കാനെല്ലാം വിട്ടു. അപ്പോൾ ഇങ്ങനത്തെ ഈ ചൊറവള, നമ്മൾ പണ്ട് ചൊറവള എന്നാണ് പറയുക. ഇതിൻ്റെ നേർത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് വളരെ നേർത്ത്, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇങ്ങനെ നേർത്തത് കുറേ ചുറ്റും 10, 12, 15ഓളം ചുറ്റുള്ളത്, അതെല്ലാം ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വള എനിക്ക് വാങ്ങിച്ചു. നമ്മുടെ യെല്ലോ ഡ്രസ്സില്ലേ അന്നത്തെ, അതിന് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് 2 വള എനിക്കും വാങ്ങിച്ചു. ഞാൻ ഞങ്ങൾ വള വാങ്ങിക്കലേ ഇല്ല. എപ്പം പോകുമ്പോൾ വിചാരിക്കും, പക്ഷേ ഇടൂലല്ലോ എന്ന് വെച്ചിട്ട് മേടിക്കലില്ല. പെട്ടെന്ന് ഈ യെല്ലോ വള കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അതങ്ങനെ വാങ്ങിച്ചു. കുപ്പിവള കിളിങ്ങണല്ലോ, കുപ്പികൾ കണ്ടപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ പണ്ട് ഞാൻ കുറേ നാൾ മുന്നേ കണ്ണൂർ പോയപ്പോൾ കുപ്പിവള മേടിക്കാൻ നോക്കിയതാണ്. ബ്ലാക്ക് കുപ്പിവള, പക്ഷേ എൻ്റെ സൈസിനുള്ളത് ഉണ്ടായിട്ടില്ല. ഞാൻ എന്നിട്ട് റെഡും ഗ്രീനും വാങ്ങിയിട്ട് വന്നു ഒരു ഓണത്തിൻ്റെ എല്ലാ സമയത്ത്, കുറേ മാസം മുന്നേ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് മേടിക്കാമെന്ന്. എന്നിട്ട് ബ്ലാക്ക് ഇട്ട് നോക്കുവാന്ന്. ഒരു ചെറിയ വള ഇട്ട് നോക്കുമ്പോൾ എൻ്റെ കൈ മുറിയുകയും ചെയ്തിട്ടോ, ചെറുതായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോയപ്പോൾ. എന്നിട്ട് പിന്നെ എനിക്ക് പറ്റിയ സൈസിലുള്ളത് നമ്മുടെ ചേട്ടൻ ഒപ്പിച്ച് തന്നിട്ട് ഒരു സെറ്റ് കുപ്പിവള വാങ്ങിച്ചിട്ടുണ്ട്. ഏതായാലും ഇഷ്ടംപോലെ പൊട്ടുകളുണ്ടായിരുന്നു, ഇങ്ങനെ മാലമാല പോലെ തൂക്കിയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ പൊട്ടെല്ലാം വെക്കൽ കുറവാണ്. ഞാൻ വെറും റൗണ്ട് പൊട്ടല്ലേ വെക്കലുള്ളൂ. പക്ഷെ അമ്മ വെക്കലുണ്ട് ഇതുപോലത്തെ കുഞ്ഞ് നീളത്തിലുള്ള. അതിൻ്റെ താഴെ ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആ പൊട്ട് അവിടെ തൂങ്ങുന്ന കണ്ടപ്പോൾ അമ്മക്ക് അതെടുത്തു. പിന്നെ നേരെ നിച്ചൂട്ടിൻ്റെ വാച്ചിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ അപ്പുറത്ത് തന്നെ ആയിട്ടുണ്ടായിനി. അവരിങ്ങനെ എന്തെല്ലോ മോഡലുള്ള വാച്ചൊക്കെ എടുത്തു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഏറ്റവും ലോക്കൽ ഏതാണോ അതിൽ അതേ വേണ്ടതെന്ന് വെച്ചാൽ ആയിട്ടില്ലല്ലോ ഇപ്പോൾ വാച്ചെല്ലാം കെട്ടാൻ. ഇത് അച്ഛൻ കെട്ടുമ്പോൾ എപ്പം എനിക്ക് അച്ഛനെ പോലെ വാച്ച് വാങ്ങിത്താച്ചേന്ന് പറയുമ്പോൾ ഏട്ടൻ എപ്പം പറയും ഞാൻ എൻ്റെ മോക്ക് എന്തായാലും എനിക്ക് കാണുമ്പോൾ വാച്ച് വാങ്ങിത്തരുമെന്ന്. ആ ഒരു ഇതിൽ മേടിച്ചതാണ്. അങ്ങനെ 2-3 ഇട്ട് നോക്കിയിട്ട് നിച്ചൂട്ടിക്ക് ഇഷ്ടമായ ഒന്ന് വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ ചുറ്റുന്നത് വാങ്ങി. ഇങ്ങനെ ഓട്ടയില്ലാണ്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ നിച്ചൂണന്നെ ഇടാം. ഇങ്ങനെ ചുറ്റി വെച്ചാൽ നമ്മളെ പണ്ടത്തെ ഒരു സ്കെയിൽ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ അടിച്ചിട്ട് കയ്യിൽ വാച്ചാക്കി ഇടുന്നത് നമ്മളെ സ്കൂളിലെല്ലാം പഠിക്കുമ്പോഴേ, അങ്ങനത്തെ ഒരു ടൈപ്പ് വാങ്ങി. പിന്നെ നമ്മൾ വീണ്ടും നടന്നു. കുറേ സ്റ്റാളുണ്ട്, ഫുഡ്, ഹലുവ, അങ്ങനത്തെ കുറച്ച് എണ്ണത്തിൻ്റെ, നൈറ്റീൻ്റെ അങ്ങനെയെല്ലാം ഉണ്ട്. അതെല്ലാം പിന്നെ കാര്യമായിട്ടൊന്നും മേടിക്കാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മറ്റേ അവിടെ പ്രദർശനം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളെ 8 മാസമാകുമ്പോൾ എങ്ങനെയാണ്, പൂർണ്ണ ഗർഭത്യ എങ്ങനെയാണ്, നവജാത ശിശു പൂർണ്ണ വയസ്സാവാതെ പ്രസവിച്ചാൽ എങ്ങനെയാണ്, ഓരോ മാസത്തിലും ഉള്ളത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പ്രദർശനം. പക്ഷെ എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടിയില്ല. ഇത് ഏട്ടനാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. എനിക്ക് അങ്ങനെ കുഞ്ഞിനെ ഈ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കാണുമ്പോൾ എനിക്കെന്തോ അത് നോക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. എനിക്കിപ്പോൾ ഡബ് ചെയ്യുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് ഏട്ടൻ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ഡബ് ചെയ്തു എന്ന് മാത്രം. അതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചേട്ടനുണ്ടായിന്. ഇത് കിണർ എന്തോ പറയുക ഇതിനെ ഓർമ്മയില്ല കേട്ടോ, പാതാള കിണറോ അങ്ങനെ കുറേ നമുക്ക് ആഴം തോന്നിക്കുന്ന ആ ഒരു കിണർ. ആ ചേട്ടൻ അവിടെ കുറേ എക്സിബിഷൻ ചെയ്യുന്നുണ്ടായിന്. സയൻസ് എക്സിബിഷനാണ്. സയൻസിൻ്റെ കുറേ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം അവിടെ നടത്തുന്നുണ്ടായിന്. നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചേട്ടൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. പിള്ളേർക്കെല്ലാം വരുമ്പം ഏട്ടൻ പറഞ്ഞു തന്നു ഇങ്ങനെ മൊത്തം സയൻസാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ മാജിക് എന്നെല്ലാം പറയും ചിലപ്പോൾ കാണുമ്പോൾ. നമ്മൾ സ്റ്റേജിൽ ആൾക്കാർ കാണിക്കുന്ന മാജിക്ക് അത് സയൻസ്, അതിൻ്റെ എന്താണോ അതിൻ്റെ സയൻസ് അത് ചേട്ടൻ കാണിച്ചു തരികയാണ്. ഒരു ബോട്ടിൽ ഇങ്ങനെ ആക്കി പുറത്തുനിന്ന് നമ്മളിങ്ങനെ താഴേക്ക് കൊടുക്കുമ്പോൾ അത് താഴെ പോകുന്നു, മേലേക്ക് പോകുമ്പോൾ മേലെ പോകുന്നത്. നമ്മൾ കൈ ഇങ്ങനെ ആക്ഷൻ ആക്കുന്ന സമയത്ത് അതെല്ലാം സിമ്പിളാണ്. അതിൻ്റെ ട്രിക്ക് ആ ചേട്ടൻ പറഞ്ഞുതരും ചെയ്തു. അത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ആ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ ലൈറ്റ്സ് കത്തുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ആ ഒരു ഏരിയയിൽ കണ്ടു.
ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിച്ചൂട്ടിൻ്റെ എക്സ്പ്രഷൻ അടിച്ചു മോനെ എന്നുള്ള എക്സ്പ്രഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നിച്ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പൊട്ടറ്റോ റോള്. അത് നമുക്ക് അധികം സ്ഥലത്തൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ. ഈ ഉത്സവത്തിന് പോയാലും ഇങ്ങനത്തെ ഫെസ്റ്റിന് പോയാലും പിന്നെ മാളിലുണ്ട് തോന്നുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കഴിക്കലുള്ളൂ. അതുകൊണ്ട് നിച്ചൂന് ഭയങ്കര ഇഷ്ടമാണ്. ഇതും നിച്ചു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏർപ്പാടാക്കിയതാണ്. എനിക്ക് എന്താ തിന്നാൻ വേണ്ടി ഫെസ്റ്റിന് പോകുന്നതെന്നെല്ലാം പറയുമ്പോൾ എനിക്ക് പൊട്ടറ്റോ റോള് വേണമെന്ന് നിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇത് നന്ന് കറക്റ്റായിട്ട് ഹൈജീനായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഈ ഉത്സവ പറമ്പിലൊന്നും നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈടെ മാത്രം കിട്ടുന്ന ഐറ്റംസിൽ നമ്മൾ അങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കുന്നത് തന്നെയല്ലേ. അതുകൊണ്ട് അപ്പം ഇങ്ങനത്തെ ഇത്, പിന്നെ അതുപോലെ കോളിഫ്ലവർ ബജി, മുളക് ബജി, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ബാക്കി ഹോട്ടലിലൊന്നും അങ്ങനെ അധികം കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ അങ്ങനെ കഴിക്കലുണ്ട്. മോക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ച് മോക്കും കൊടുക്കും. അങ്ങനെ കുറേ ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കൂല. ആ ഓളെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കൊടുക്കുന്നു മാത്രം. നമ്മൾ പൊട്ടറ്റോ റോളെല്ലാം കൊണ്ട് സെറ്റായിട്ടിരിക്കുമ്പോൾ ഏട്ടനെന്താ കോളിഫ്ലവർ ബജി. കോളിഫ്ലവറാണ് എൻ്റെ ഫേവറേറ്റ്, ഏട്ടൻ്റെ ഫേവറേറ്റ് മുളക് ബജിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് രണ്ടും മേടിക്കും. ഏട്ടൻ മുളക് ബജി എന്നും പിന്നെ കോളിഫ്ലവർ നമ്മൾ രണ്ടാളും കൂടെ തിന്നും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഇനി വേഗം ഫിനിഷ് ചെയ്യട്ടെ. നിച്ചൂട്ടി എന്തായാലും പൊട്ടറ്റോ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൊട്ടറ്റോ റോള്. ഒറ്റ ഒരു പൊട്ടറ്റോ വെച്ചിട്ടാണ് അവർ ഈ ഫുള്ള് റോൾ ഉണ്ടാക്കുന്നത്. കാണാനും നല്ല രസമല്ലേ. അപ്പം നമ്മൾ വേഗം ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഈ സാധനം പണ്ടേ നമ്മുടെ ഉത്സവ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ എപ്പോഴും പണ്ടെല്ലാം എറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എപ്പോഴും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒന്ന് എറിയണമെന്ന്. എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പാണ്, അത് വേറെ കാര്യം. എന്നാലും ഒരു രസത്തിന് എറിയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. 50 രൂപ എങ്ങാണ്ടായിരുന്നു, 6 7 ഈ റിങ് അതിനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എറിയുന്ന സമയത്ത് ദൂരെ പോകുന്നത് കുറച്ചെറിയുമ്പോൾ അതിപ്പുറം വീഴുകയും ചെയ്യുന്നത്. എന്തായാലും കിട്ടില്ല എന്നറിയാം. ഒരു ഇഷ്ടത്തിന് അങ്ങനെ എറിഞ്ഞ് നോക്കിയെന്നേ ഉള്ളൂ. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ചമ്മിപ്പോയി. കുറച്ച് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് എറിഞ്ഞാൽ ചിലപ്പം കിട്ടുമായിരുന്നു. അതിന് ശേഷം ഒരു ചേട്ടൻ അങ്ങനെ എറിയുന്നത് കണ്ടു. പക്ഷേ അതൊന്നും ഓർത്തിട്ടില്ല. പിന്നെ 3 ബാക്കിയുണ്ടായി ഞാൻ ഏട്ടനും കൊടുത്തു. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നാണം കണ്ടല്ലോ, കൂട്ടത്തിൽ ഏട്ടനെയും കൂടെ കൂട്ടുക. അല്ലെങ്കിൽ ഏട്ടൻ വലിയ കളി കളിക്കുക. നീ എന്നാ കളിച്ചേ, നീ അങ്ങനെ അറിയണ്ടേ ഇങ്ങനെ അറിയണ്ടേ പറയും. ഇതാകുമ്പം തോൽവീൻ്റെ കൂട്ടത്തിൽ ഏട്ടനെയും കൂടെ കൂട്ടാലോ. അതുകൊണ്ട് പിന്നെ ഒരു ചേട്ടനും മേടിച്ചിട്ട് എറിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടനും ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പോയി നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിള്ളേരെ ഇങ്ങനെ കുറേ റൈഡ്സും കാര്യങ്ങളല്ല, പിള്ളേർക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഉണ്ട്. പക്ഷെ പൊതുവേ എനിക്ക് ഈ ഒരു ഏരിയ വലിയ താല്പര്യമില്ലാത്ത ഏരിയയാണ്. ഭയങ്കര ധൈര്യം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ തൊട്ടിലാട്ടും അതങ്ങനത്തെ ഒന്നും എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്കൊന്നും പോവാറേ ഇല്ല. കുഞ്ഞുമക്കൾക്ക് കളിക്കേണ്ട കുറേ സംഭവങ്ങൾ ഉണ്ടായിനി. പക്ഷെ നിച്ചു അത്ര ആയിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് വലുതാവണം, എന്നാൽ മാത്രമേ ഇതിലെല്ലാം കയറാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പിന്നെ അതും ശ്രമിച്ചിട്ടാണ്. ഈ ഒരു സാധനം കാണുമ്പോൾ ഭയങ്കര ഭീകരത ഉണ്ടായിട്ട് അതിങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ആ അടിയിലത്തെ ആ റൗണ്ട് കാണുമ്പോൾ ഭയങ്കര വലിപ്പം തോന്നുന്നു. അതിനകത്ത് ഒരു ചേട്ടൻ കയറിയിട്ടുണ്ട്, ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും പാവം ചേട്ടൻ എന്തിനാമോ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന്. കണ്ണ് പൂട്ടി താഴേക്ക് നോക്കിയിരിക്കുന്നുണ്ട്, കണ്ണ് തുറക്കുന്നേ ഇല്ല അതിൻ്റെ ഫുള്ള് കഴിയുന്നവരെ. പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര പേടിയാവുന്നു. അതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്ന സമയത്ത് നല്ലോണം പേടിയാവുന്നുണ്ട്. കുറേ റൈഡ്സ് ഒന്നും ഓണല്ല, ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആൾക്കാരെല്ലാം പിന്നെ നമ്മൾ കയറിയപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സ്കൂളും ഓഫീസെല്ലാം വിട്ടിട്ടായിരിക്കും ആൾക്കാർ വരുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്തത്. പിന്നെ നമ്മൾ വേറെ ഒന്നിനും കയറിയില്ല, എല്ലാത്തിനും നല്ല റേറ്റും ഉണ്ട് കേട്ടോ.
അങ്ങനെ നമ്മള് കാഴ്ച കണ്ടിറങ്ങി. നല്ല ഉണ്ടായി, നല്ല ഏട്ടാ പോയിട്ട്. മോശമില്ല, എന്നാലും സാധാരണ കാണാനൊന്നും കാര്യമായിട്ടൊന്നുമില്ലേ, സംഭവമൊന്നുമില്ല. പക്ഷെ മോള് വാച്ച് കണ്ടപ്പാ. പക്ഷെ മോള് നിച്ചൂടി നല്ലോണം ഹാപ്പി ആയിനി. അതന്നെ, അതുകൊണ്ട് പൈസ മുതലായി എന്ന് പറയാ. 100 രൂപയാണ് എൻട്രി ഫീസ്. അപ്പം ഫസ്റ്റത്തെ മൃഗങ്ങളെല്ലാം അടിപൊളി. അത് കുഞ്ഞു മക്കൾക്ക് കാണാൻ ഒരു കൗതുകത്തിന് കാണാൻ. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, സാധാരണ നോർമലി ഉണ്ടാവുന്ന അത്രയൊന്നും എക്സിബിഷന് നിങ്ങൾ കണ്ടല്ലോ. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മിച്ച ഹാപ്പി ആയി. ലിച്ചുട്ടി പിന്നെന്താ സന്തോഷായിട്ടോ അവക്ക്? സന്തോഷായിനി വെച്ചേ, പക്ഷെ ഹാപ്പി ആയിട്ടില്ല അല്ലേ കണ്ണാ? കള്ളിപ്പൂച്ചേ ഇതെന്തായിട്ട് നല്ല തിരക്കുണ്ടല്ലോ വാവ. ഹാപ്പി എന്ന് പറഞ്ഞ സന്തോഷം വന്നുപോയ വാവ. ഹാപ്പി എന്ന് പറഞ്ഞ സന്തോഷം. ഇവിടെ എന്തോ പരിപാടി ഉണ്ടോ കേട്ടാ. വെടി പടക്കെല്ലാം പൊട്ടിച്ച പോക, അതാ പടക്കം പൊട്ടിച്ചാൽ ഇപ്പം ഇവിടെ എന്തോ പാർട്ടി പരിപാടി ഉണ്ട് തോന്നേ. അതല്ലേ ജയരാജൻ, അതല്ലേ ജയരാജൻ എല്ലാം ഉണ്ടല്ലോ. വലിയ പരിപാടി എന്തോ ഉണ്ട് കേട്ടോ, പാർട്ടി പരിപാടി. അതിന്റെ എന്തോ തിരക്കാണ് നടക്കാണെന്ന്. അപ്പൊ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെല്ലാം കൊണ്ടുവരുമ്പോ നല്ലതായിരിക്കും. ആ മൃഗങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത്. ഇച്ചിരി വാച്ച് കിട്ടിയോണ്ട് കൊറേ സന്തോഷമായി. എപ്പോഴും ഏട്ടാ വാച്ച് കിട്ടുമ്പോ പറയും എനിക്ക് അച്ഛനെ പോലത്തെ വാച്ച് വേണമെന്ന് പറയും. വെച്ചൂടെ ഏട്ടാ, വാച്ച് വേണമെന്ന് പറയേ. അതുകൊണ്ട് ഇന്ന് കിട്ടിയല്ലേ കണ്ണാ? അത് പിടിച്ച് പൊട്ടിക്കല്ലപ്പാ. നമ്മള് വണ്ടിയുടെ പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഒന്ന് ഇറങ്ങിച്ച് ബാക്കി പറയാം. അപ്പൊ നമ്മള് വണ്ടിയുടെ വെച്ചിട്ട് നടക്കുവന്ന്. ചെരുപ്പ് മേടിക്കാനാട്ടോ മെയിനായിട്ട് പോകുന്നത്. നിച്ചുട്ടിക്ക് ചെരുപ്പ് മേടിക്കാൻ പോവുന്നേ. അങ്ങനെ നമ്മൾ ചെരുപ്പിൻ്റെ അടുത്തേക്ക് നടന്നു പോകും. നിച്ചുട്ടി വീഡിയോയിൽ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ പറയുന്ന പോലെ അപ്പം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഓരോ കാര്യം നിച്ചു പറയുന്നത്. എൻ്റെ സ്ലാങ്ങും എല്ലാം എൻ്റെ ഏട്ടൻ കലമ്പ് തന്നെ. നിൻ്റെ കോറോത്തെ സ്ലാങ് എല്ലാം എൻ്റെ മോളെ പഠിപ്പിച്ച് വെച്ചിനെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു കുറേ നാടൻ ഭാഷ ഉണ്ടാവില്ലേ, അതെല്ലാം നിച്ചുട്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെരുപ്പിൻ്റെ ലോകത്തേക്ക് അങ്ങ് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് നോക്കും, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 150-200 റുപ്യക്ക് ആ ഒരു റേഞ്ചിൽ ചെരുപ്പ് കിട്ടും. അത് നല്ല കാണുമ്പോൾ ഒരു അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റി ഒക്കെ ആയിരിക്കും. നമ്മൾ പുറത്തുനിന്ന് അത് വാങ്ങുവാണെങ്കിൽ 800-1000 റുപ്യയിൽ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനത്തെ ഒരു ഇങ്ങനെ പാർട്ടി വെയർ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, ഫാൻസി ചപ്പൽസ്. അപ്പോൾ അതിനൊക്കെ പക്ഷേ ഇവിടുന്ന് വാങ്ങുവാണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടും. എന്നിട്ട് അഥവാ ഒന്ന് ഇളകുന്നുണ്ടെങ്കിൽ ഒന്ന് തുന്നിച്ചാലും മതി നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് ഓരോന്നായിട്ട്. പിന്നെ അധിക കാലം നിൽക്കൂല, അത് വേറൊരു പോരായ്മയാണ്. എന്തായാലും ഈ ഒരു റേറ്റിന് വാങ്ങുന്ന അധിക കാലം അങ്ങനെ നിൽക്കൂലല്ലോ, അത് നമുക്ക് തന്നെ അറിയാമല്ലോ. പക്ഷെ തുന്നിച്ചാൽ കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു ഷോപ്പ് കയറി അവിടെ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇഷ്ടമായിട്ടില്ല. ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ട് ഒരു 4-5 ഷോപ്പ് ഇങ്ങനെ നിരക്കിയുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാമല്ലോ. നമ്മൾ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ നിന്ന് കണ്ട് അങ്ങ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് നിരാശയാവും. നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടാവും? ഏതെങ്കിലും ഡ്രസ്സെല്ലാം ചിലപ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങി ബില്ലെല്ലാം കൊടുത്ത് ഇറങ്ങി വേറെ ഇങ്ങനെ പോകുമ്പോൾ വേറൊരു ഡ്രസ്സ് കാണും ചിലപ്പോൾ. അന്നേരം നമുക്ക് അയ്യോ അത് വാങ്ങിക്കണ്ടായിരുന്നു അങ്ങനെ തോന്നലുണ്ടോ എന്ന് പറയണേ. ഇങ്ങനത്തെ ഷോപ്പിലെല്ലാം പോയാൽ എന്നാൽ പ്രശ്നം എന്ന് അറിയാം, നിച്ചുടി തിരക്കാക്കും. എന്ത് നമുക്ക് കൊണ്ടുതരാത്ത അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഏട്ടനോട് പറയല, ഏട്ടൻ കയറിയിട്ട് ഓർഡറെല്ലാം കൊടുത്തു വന്നിട്ട് ഞാൻ നിച്ചുട്ടിനെയും കൊണ്ടുവരാമെന്ന്. പക്ഷെ അങ്ങനെ നടക്കൂലല്ലോ, അതുകൊണ്ട് ഒപ്പരം കയറിയതാന്ന് നിച്ചുട്ടി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ മെനു എല്ലാം നോക്കി ഏതാ വേണ്ടതെന്നെല്ലാം നോക്കുന്നുണ്ട്, പൈസ നോക്കുന്നുണ്ട്, അതിനുള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന് രണ്ടും ഒരുമിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഫൈനലി സെലക്ട് ചെയ്തു. എനിക്കും നിച്ചൂട്ടിക്കും വേണ്ടിയിട്ട് ആ ഫസ്റ്റ് വൺ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടന് താഴെയുള്ള വേറെ എന്തോ തോന്നുന്നു. പക്ഷെ നമ്മളത് പിന്നീട് മാറ്റി. ആ ഫസ്റ്റ് വണ്ണിൽ ഐസ്ക്രീം ഇല്ല പോലും. അപ്പോൾ നിച്ചൂട്ടിക്ക് മെയിനായിട്ട് ഐസ്ക്രീമാണ് വേണ്ടത്. അങ്ങനെ രണ്ടും താഴെയുള്ള ആ സാധനം, രണ്ടാമത് ഞാൻ തൊട്ട് കാണിച്ച ആ സാധനം നമുക്ക് രണ്ടാക്കും അത് തന്നെ ഓർഡർ ചെയ്തു. നിച്ചൂട്ടി ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുമോ വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള ആ സന്തോഷവും ചിരി തന്നെയാണല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഫുള്ള് നിച്ചൂട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കുറേ നിച്ചൂട്ടിക്ക് സന്തോഷമായിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഇന്ന് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അതന്നെ അത് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും എപ്പോഴും ഒന്നിങ്ങനെ നമുക്ക് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ പോയി കറങ്ങി അടിച്ചു പൊളിക്കാനൊന്നും പറ്റുന്നതല്ല. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഇടയ്ക്കൊന്ന് പിള്ളേരെല്ലാം കൊണ്ട് പുറത്തു പോവുക, അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന കാര്യമായിരിക്കും.
അങ്ങനെ നമ്മൾ സംഭവമൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി ഇവിടുന്ന് ഇറങ്ങണം. ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പണ്ടൊന്നും എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് ഇതിനൊന്നും ഉള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഉള്ളോട്ടുള്ള നാട്ടിലൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയി. നീച്ചൂട്ടിൻ്റെ ചെരുപ്പെല്ലാം നീച്ചൂട്ടിക്ക് സൈസ് ചിലതൊന്നും സൈസ് ഇപ്പോൾ ആവുന്നില്ല, പിന്നെ മോശമാവുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ബ്ലാക്ക് ചെരുപ്പ് നീച്ചുവിന് ഭയങ്കര ഇഷ്ടമായി, അത് വാങ്ങിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങെത്തിയേ. അവിടുന്ന് വിട്ട് ഇതാ നമ്മള് പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ടേൺ ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി. നീച്ചൂട്ടി ഭയങ്കര പൊങ്കളാന്തത്തിലാണ്, ഞാൻ കാണിച്ചു തരാം. ചുട്ടിക്ക് ഇതാ അടിപൊളി ബ്ലാക്ക് ചെരുപ്പെല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ വാച്ച് കൊടുത്തു വേണോ, അത് നമ്മൾ കാണിച്ചു അല്ലേ നേരത്തെ. അടിപൊളി വാച്ച് ഉണ്ട്. പിന്നെ നീച്ചൂട്ടിക്ക് ഇതാ കുഞ്ഞാവ ഇതാ വളയുണ്ട്, ഇങ്ങനെ ഒരു വളയുണ്ട്. ഇത് അമ്മേന്റെ വള, അത് കുപ്പിവള അമ്മേന്റെ. അയ്യോ ഇതൊരു ബ്ലാക്ക് കുപ്പിവള മേടിച്ചാണ് ഒരു സെറ്റ്. പിന്നെ നീച്ചോട്ടിക്ക് ക്ലിപ്പ് മേടിച്ചിനി. ഇത് ചെരുപ്പും പൊട്ടീനെ, അതുകൊണ്ട് അതിനാ മെയിനായിട്ട് പോയേ. അതുകൊണ്ട് ഇതാ 2 പേര് ചെരുപ്പ് എനിക്കും മേടിച്ചു. ഇതാ സ്റ്റേഡിയത്തിൽ നിന്ന് മേടിച്ചാണേ. സ്റ്റേഡിയത്തിൽ മാല തൂക്കിയിട്ട് ആടുന്ന് മേടിച്ചതാണ് ഈ ഒരു ചെരുപ്പ്. അത് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ. ഇത് നോർമൽ ഒരു ലോക്കൽ ചെരുപ്പ് കേട്ടോ, ഡെയിലി ബേസിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ചെരുപ്പും. ഇത് 2 എനിക്ക് വേണ്ടിയിട്ട് വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ, ചെറിയ പൈസേൻ്റെ ചെരുപ്പാണ് 2 അതെ. ഇത് ആ സ്റ്റേഡിയം ഞാൻ പറഞ്ഞില്ലേ, ഇത് നിച്ചുവിന് ചെരുപ്പ് മേടിച്ച് അവിടുന്ന് ഒരു നോർമൽ ഡെയിലി യൂസിൻ്റെ ചെരുപ്പ്. 2നും അത്രയും പൈസയില്ല, ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി കുളിയെല്ലാം ബാക്കിയുണ്ട് അത്രേ. അയ്യോ എൻ്റെ കുപ്പിവള, അയ്യോ എൻ്റെ കുപ്പിവള. ഞാൻ കുളിക്കണം, നീച്ചൂട്ടിനൊന്ന് മേലെല്ലാം കഴുകിക്കണം. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ഫുഡ് കഴിച്ച് ഉറങ്ങാനായി. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.